അപ്പൊ പ്രിയേട്ടനൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്നത് പ്രിയേട്ടന്റെ കൂടെ ഒരു ടീം ഉണ്ടായിരുന്നു കോമഡി. ഇന്നിപ്പോ നാള് ഞാൻ എല്ലാവരും കൂടെ സംസാരിക്കുന്ന സമയത്ത് വളരെ വികാരഭരിതനായിട്ട് പറഞ്ഞ അദ്ദേഹം പിന്നെ അത് ടി വിയിൽ പറഞ്ഞത്, എൻ്റെ കൂടെ അഭിനയിച്ചവർ പലരും ഇല്ല. ചന്ദ്രലേഖലത്തെ ഒരു സീൻ ഹോസ്പിറ്റലിന്റെ ആ കോമഡി പാക്ട് ആയിരുന്നത്. മമ്മൂക്കോയ, ഇന്നസെന്റ്, ശ്രീനേട്ടൻ എന്ന് പറഞ്ഞാൽ ഇനി അതിലില്ലാത്ത ആളുകളൊന്നുമില്ല. അവരാരും ജനാർദ്ദൻ ചേട്ടൻ ആരെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഉണ്ട്. അതൊരു പാക്കാണ്. അപ്പം എന്താ വെച്ചാൽ പ്രിയേട്ടനോട് ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടാണ് ഉപ്പരങ്ങ് വിട്ടുകൊടുക്കും. അതിനകത്ത് പെർഫോമൻസ് ആർട്ടിസ്റ്റ് ഉണ്ട്. ഇത് ഞങ്ങളെയൊക്കെ പെർഫോം ചെയ്യിപ്പിച്ച് ഞങ്ങളെ ആർട്ടിസ്റ്റ് ആക്കിയിട്ടുള്ളത് പ്രിയേട്ടാണ്. അവിടെ അങ്ങനെയാണ് പിന്നെ വേറെ ആൾക്കാർ നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുന്നത്. പ്രിയേട്ടനെ വിളിച്ചത് ഹീസ് ലക്കി ബിക്കോസ് ഹീ ഈസ് ദാറ്റ് കൈൻഡ് ഓഫ് എ ഡയറക്ടർ ആൻഡ് ഹീ ഗോട്ട് എ ടീം. പക്ഷെ ഇന്ന് പ്രിയേട്ടന് ആ ടീമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ബാക്കൗട്ട് വെച്ച് നിൽക്കുന്നത്. ഒരു കോമഡി സബ്ജക്റ്റ് ചിന്തിക്കുന്ന സമയത്ത് ഹി ഹാസ് ടു ലുക്ക് ഇൻ ടു ദ ന്യൂ ആളുകൾ. അതിനിപ്പോൾ വിനീതിനെ പോലുള്ള ഒരു പടം കാണണം. ഹി ഷുഡ് സീ ദാറ്റ് യെസ് ഹി ക്യാൻ പെർഫോം. അവിടെ പ്രശ്നം മൂപ്പർ ഹിന്ദി ചെയ്തുകൊണ്ടിരിക്കുകയാണ്.